വലിയ കുറച്ച് എക്സ്പെക്ടേഷനിലാണ് വന്നത്. കാരണം ട്രെയിലറൊക്കെ മാസീവ് ആയിരുന്നു സാധനം. അതുപോലെ മ്യൂസിക്കൊക്കെ അടിപൊളിയായിരുന്നു. അനിരുദ്ധിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറേ ഇഷ്ടപ്പെട്ട് വന്നതാണ്. പക്ഷേ മൊത്തത്തിൽ നോക്കിയാൽ ജസ്റ്റ് ആവറേജ്. സംഭവം ഇടയ്ക്കിടയ്ക്ക് നല്ല ഹൈ മൊമെന്റ്സ് തരുന്നുണ്ടെങ്കിലും ആകപ്പാടെ ഒരു ആവറേജ് അനുഭവമാണ് എനിക്ക് തോന്നിയത്. നല്ല പറയുന്നത് ബിക്കോസ് രജനി ഫാനായ ഒരാൾ അത് കാണാൻ വരുമ്പം അതിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ആ സംഭവം ഇതിലില്ല. നമ്മുടെ ഒരു ജയിലർ പ്രതീക്ഷ പോയാൽ ആ ഒരു സാധനം ഒന്നും കിട്ടത്തില്ല. ജയിലറിന് തൊട്ട് താഴെ വരും, എന്നാൽ വെയിറ്റ് അതിനെക്കാട്ടി കൊള്ളു, അത്രേ ഉള്ളൂ. ഒരു നോർമൽ സ്റ്റോറിയാണ്. വെറുതെ ഹൈപ്പും കൊടുത്ത് ആവശ്യമില്ലാണ്ട് ഓരോന്നൊക്കെ പറഞ്ഞു കൂട്ടിയതാണ്. ഇടയ്ക്ക് ഫസ്റ്റ് ഹാഫ് പിന്നെയും കൊള്ളാം, ആ ഒരു ഇന്റർവെൽ പഞ്ച് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് വരുമ്പോൾ പിന്നെ ഡിപ്പാവും, അങ്ങ് താഴോട്ട് പോകും. പിന്നെ അവസാനത്തെ ഒരു അരമണിക്കൂർ പിന്നെയും കുഴപ്പമില്ല. പവർ ഹൗസ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ലൈറ്റ് ഹൗസ് ആക്കി കളഞ്ഞു. രണ്ടും കണ്ട അവസ്ഥയായി, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. പടത്തിൽ നമുക്ക് ഒന്നും തോന്നിയില്ല. അമീർ ഖാനെ കൊണ്ടുവന്ന് ബംഗാളിയാക്കി നിർത്തി കളഞ്ഞു. നാഗാർജുന ഒരു രക്ഷയില്ല. പടം വയസ്സ് നോക്കുമ്പോഴത്തേക്കും ലോകേഷിന് കണ്ണ് കെട്ടായിരിക്കും ഒരു പടം വേണം. ലിയോ ഉണ്ടായിരുന്നു മാസ്റ്റർ പോലെ, പക്ഷേ വിജയണ്ണനോടെ പണി ലോകേഷ് ആ ലെവലായി. പറഞ്ഞിട്ട് കാര്യം കുഴപ്പമില്ല. ഒരു എബോവ് ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. ലോകേഷിൻ്റെ പഴയ പടം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് പകുതിയല്ല, കാല് പോലും എത്തിയിട്ടില്ല. നല്ല ഹൈപ്പിൽ വന്നതായിരുന്നു. പിന്നെ എന്തോന്ന് പറയേ, അത് വന്ന് കണ്ടപ്പോൾ പടം ഒരു ഹൈപ്പ് പോയി. രസമില്ലെന്ന് പറഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചബിൾ.